ഇന്ദിരാഗാന്ധി അവസാനം മരിക്കുന്ന സമയത്തുണ്ടായ ഇവിടുത്തെ സാരി വെടിയേറ്റ് മരിക്കുമ്പോൾ ഇത് വെടിയേറ്റ് മരിച്ച സ്ഥലം നമുക്ക് പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുള്ളത് സഫ്ദർജംഗ് റോഡിലെ ഇന്ദിരാഗാന്ധി മെമ്മോറിയലിലാണ്. മെമ്മോറിയലിൽ രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധിയും അവരുടെ പഴയ വീട് എന്നൊരു മ്യൂസിയമാണ്. ആ മ്യൂസിയത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഡൽഹി വിസിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ആ കണ്ടതിനെ കുറിച്ച് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം. ഗാന്ധി 1984 ഒക്ടോബർ 31 വെടിയേറ്റ് മരിച്ചാണ്. സിഖ് തീവ്രവാദികൾ അംഗരക്ഷകരെ വെടിയേറ്റ് മരിച്ചാണ്. ഇന്ദിരാഗാന്ധി അവസാനം മരിക്കുന്ന സമയത്തുണ്ടായ ഇവിടുത്തെ സാരി വെടിയേറ്റ് മരിക്കുമ്പോൾ ഇത് വെടിയേറ്റ് മരിച്ച സ്ഥലം നമുക്ക് പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഇന്ദിരാഗാന്ധിയുടെ വീട്ടിൽ അത് മ്യൂസിയമാക്കി മാറ്റിയതാണിപ്പോൾ, മനസ്സിലായോ? ഇതെല്ലാം ഇന്ദിരാഗാന്ധിയുടെ ചെറുപ്പകാലത്ത് ഉണ്ടായ ഓരോരോ ഫോട്ടോസാണ്. ഇത് ജവഹർലാൽ നെഹ്റു ഉണ്ടോ? ജവഹർലാൽ നെഹ്റുവിൻ്റെ കമലാൻ കൗൾ, ഇന്ദിരാഗാന്ധിയുടെ ചെറിയ ഫോട്ടോ, ആനന്ദ ഭവൻ, അങ്ങനെ ഓരോരോ പഴയ കാല ഫോട്ടോസെല്ലാം ഉണ്ട് കേട്ടോ. ഇത് ശാന്തി നികേതനിൽ ഇന്ദിരാഗാന്ധി മഹാത്മാഗാന്ധിയുടെ കൂടി ഉണ്ടായ സമയത്ത് 1934 to 35 ഒരു ഫോട്ടോസ്. ഇത് നോക്ക്, ഇത് ഇന്ദിരാഗാന്ധിയുടെ കുറേ സ്റ്റോൺ കളക്ഷനാണ്. ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. ഏറ്റവും മുകളിൽ മാതൃഭൂമി പേപ്പർ കാണാം. ആ മാതൃഭൂമി പേപ്പറിൽ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചു. അത് ഏറ്റവും മുകളിൽ എഴുതിയിട്ടുണ്ടാകും. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചു. പിന്നെ രാജ്യത്തിലെല്ലാ പേപ്പറും ലോകത്തിലെല്ലാ പേപ്പറും എഴുതിയതിൻ്റെ പ്രിൻ്റ് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് കണ്ടോ. ഇതാരും അറിയാം, ഫിറോസ് ഗാന്ധി ഇന്ദിരാഗാന്ധി ഒന്നിച്ചുള്ള ഫോട്ടോ, പഴയകാല ഫോട്ടോ. ഓക്കെ, ഇന്ദിരാഗാന്ധി ഫിറോസ് ഗാന്ധി. ഇത് സഞ്ജയ് ജവഹർലാൽ നെഹ്റു രാജീവ് ഗാന്ധി ഒന്നിച്ചുള്ള ഫോട്ടോ. ഗാന്ധി എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടുണ്ടായ ചില സാധനങ്ങൾ ഇവർ വീട്ടിൽ നിന്ന് പറയാം. ഇപ്പോൾ യൂസ് ചെയ്യുന്ന പെൻസിലും സ്റ്റേപ്ലറിലും അതുപോലെ തന്നെ ഉണ്ട്. കന്നഡ ഇതെല്ലാം കണ്ടില്ലേ? യൂസ് ചെയ്ത സ്വെറ്ററാണ്. ഇതവർ യൂസ് ചെയ്ത പാത്രങ്ങളാണ്. സാരി ഉണ്ടോ? മഹാത്മാഗാന്ധി മരിച്ച സമയത്ത് എല്ലാവരും ഒന്നിച്ച് അടയിരുന്നിട്ട് ജയിലിൽ കിടന്നിട്ടുണ്ടായിരുന്നു കുറേ പ്രാവശ്യം. ആ സമയത്ത് അവർ എഴുതിയ കുറേ ഈ പുസ്തകങ്ങളും അവരെ നോട്ട്സ് ഉണ്ടോ, കുറേ ചിത്രം വരച്ചെല്ലാം കണ്ടോ. കുവൈത്ത് ഗവൺമെൻറ് അവിടെ പോയിട്ടാകുമ്പോൾ അവർക്ക് കൊടുത്ത കുറേ സാധനങ്ങൾ ഇന്ദിരാഗാന്ധിക്ക് പ്രസൻറ്റ് ചെയ്ത സാധനങ്ങളാണ്. ഓഫീസ് ഇതിപ്പോഴും അതേപോലെ നോക്കി ഇങ്ങോട്ട് വാ. ഇപ്പോഴും അതേപോലെ എല്ലാം ബെഡ്ഷീറ്റെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അവരുടെ റീഡിങ് റൂമും ഇതെല്ലാം കണ്ടല്ലേ. രാജീവ് ഗാന്ധിയുടെ സെക്ഷൻ, രാജീവ് ഗാന്ധിയുടെ വീട്ടിൽ ബാക്കി ബിലോങ്ങിങ്സ് ഇതെല്ലാം. സഞ്ജയ് ഗാന്ധി ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ ഫോട്ടോൻ്റെ അടുത്ത് രാജീവ് ഗാന്ധി ഇങ്ങനെ ഇരുന്നിട്ട് നിൽക്കുന്നൊരു ഫോട്ടോ ആണ്. അതൊക്കെ അന്നത്തെ കാലത്തെല്ലാം ഫോട്ടോഗ്രാഫി ഉണ്ട്. നമ്മളെ ഫോട്ടോഗ്രാഫി എത്ര കുറേ കഴിഞ്ഞിട്ടുണ്ട്. രാജീവ് ഗാന്ധി പഠിച്ച് എല്ലാം പൈലറ്റായി. അവസാനം രാജീവ് ഗാന്ധി പൈലറ്റായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഉണ്ടോ? ഈ രാജീവ് ഗാന്ധി പൈലറ്റായിരുന്നു. അവസാനം ഇന്ദിരാഗാന്ധി മരിച്ച സമയത്ത് രാജീവ് ഗാന്ധി പൈലറ്റായതിനു ശേഷം പൈലറ്റ് വിട്ടിട്ട് രണ്ടാമത് പ്രധാനമന്ത്രിയായിരുന്നു. തൊപ്പി ആ പൈലറ്റ് ആ സമയത്ത് രാജീവ് ഗാന്ധി യൂസ് ചെയ്ത തൊപ്പി, അത് അവരുടെ പൈലറ്റ് ലൈസൻസാണ് കാണുന്നത്. നോർമലായിട്ട് യൂസ് ചെയ്ത അംഗവസ്ത്രം, അവർ യൂസ് ചെയ്ത ലാപ്ടോപ്പ്, അവർ ഫ്ലൈറ്റിൽ കടന്നു യൂസ് ചെയ്യുന്നത്. ആ സമയത്ത് ഇതെല്ലാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾ ആ സമയത്ത് യൂസ് ചെയ്ത ഡ്രസ്സാണ് രാജീവ് ഗാന്ധി യൂസ് ചെയ്ത ചെരുപ്പ്. രാജീവ് ഗാന്ധി നോക്കി കോലാപ്പൂരി ചപ്പൽ ആ സമയത്ത് യൂസ് ചെയ്ത ചപ്പൽ. ഇത് അവരെ
ഐഡൻറ്റി കാർഡാ എന്താ ഒരു ഐഡൻറ്റി കാർഡ് എന്താ ദിവസമില്ല ഇങ്ങനെയുള്ള പിന്നെ വലിയ വലിയ സ്റ്റേജിൽ പ്രസംഗിക്കുന്ന സമയത്താണ് രാജീവ് ഗാന്ധി പിന്നെ വെടിവെച്ച് കൊല്ലുന്നു. അതിൻ്റെ ഇതെല്ലാം കാണിച്ചു തരാം നമുക്ക് കാത്തുന്നു കേട്ടോ. ഇതിപ്പോൾ രാജീവ് ഗാന്ധി പല വേദികളിലും പ്രസംഗിച്ച് പ്രധാനമന്ത്രിയും അല്ലാതെ ഭക്ഷണം കഴിച്ചതും എല്ലാ സമയത്തും ഫോട്ടോസ്. ഇത് കാസർഗോഡ് നമ്മളെ കാസർഗോഡെല്ലാം വന്നിട്ടുണ്ട്. ഇതുപോലെ വലിയ സ്റ്റേജിലെല്ലാം കാസർഗോഡ് ഗവൺമെൻറ് കോളേജ് ഗ്രൗണ്ടിലെല്ലാം പ്രസംഗിച്ചിട്ടുണ്ട്. ഇത് രാജീവ് ഗാന്ധി അവസാനം പിന്നെ ബോംബ് സ്ഫോടനത്തിൽ മരിക്കുമ്പോൾ ഉപയോഗിച്ച വസ്ത്രത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇത് കംപ്ലീറ്റ് ഇല്ല, എല്ലാം ചിന്നിച്ചിതറിയ സമയത്ത് അവർ കളക്ട് ചെയ്തിട്ട് വെച്ച പിന്നെ അദ്ദേഹത്തിൻ്റെ ഷൂസ്, സോക്സ്, പിന്നെ ബാക്കിയുള്ള വസ്ത്രത്തിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. കണ്ടോ? രാജീവ് മരിച്ച സമയത്തിലെ ചിത, അവരെ ദഹിപ്പിക്കുന്ന സമയത്തിലെ ചിതയുടെ ഫോട്ടോഗ്രാഫാണ്. രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധിന്റെ അച്ഛനാണ്. രാഹുൽ ഗാന്ധിയുടെ അച്ഛനാണ് രാജീവ് ഗാന്ധി. ഇന്ന് സോണിയാഗാന്ധിയുടെ ഹസ്ബൻഡാണ് പിന്നെ രാജീവ് ഗാന്ധി. പിന്നെ പൂജാ റൂം, ബെഡ്റൂം ഇതെല്ലാം ഇന്ദിരാഗാന്ധി പിന്നെ അവരെ ഫാമിലി യൂസ് ചെയ്ത ബെഡ്റൂമും പൂജാറാമാണ്. ഇത് അവർ പൂജക്ക് വേണ്ടി യൂസ് ചെയ്ത് ഇപ്പോഴും അതേപോലെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ ഇന്ദിരാഗാന്ധി ഫാമിലി യൂസ് ചെയ്ത ഡ്രോയിങ് റൂമാണ്. ഡ്രോയിങ് റൂമിലെ അതുപോലെ ഇപ്പോൾ എല്ലാം പെർഫെക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. പഴയ സാധനമാണ്, അതുപോലെ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടുണ്ടായ ഡൈനിങ് റൂം. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ച സ്ഥലം നമുക്കിപ്പോൾ കാണാം കേട്ടോ. അതപ്പോൾ എല്ലാവരും നോക്കുന്നത് കാണുന്നില്ലേ? അത് അങ്ങോട്ട് കാണുന്നില്ലേ? നോക്കിയാൽ കുറേ ആൾ നിന്നിട്ട് നമ്മൾ പോകുന്നില്ലേ? ഈ നേരം തന്നെ പോയി കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി പിന്നെ വെടിയേറ്റ് മരിച്ച സ്ഥലമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങോട്ട് നോക്കിയാൽ ഈ ഗ്ലാസ്സില്ലേ, വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്ന വഴിയാണിത്. ഈ വഴിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഇവിടുന്നാണ് അവരെ സെക്യൂരിറ്റി ഗാർഡായ സത്ബന്ത് സിംഗും വിയാൻ സിംഗും പിന്നെ അവരെ നേരെ കയ്യിലുണ്ടായ തോക്ക് വെച്ചിട്ട് വെടിയേറ്റ് മരിച്ച സ്ഥലമാണ് ഈ കാണുന്നത്. കണ്ടോ? ഇവിടുന്ന് വെടി കൊണ്ട് മരിച്ചാണ് അവർ. ഓഫീസ് അത് ഓഫീസ്, ഇത് വീട്. അത് ഓഫീസ്, ഇത് വീട്. ഇത് ഇന്ദിരാഗാന്ധിയുടെ വീട്. ഇവിടുന്ന് അവർ ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് അവർ പിന്നെ വെടി കൊണ്ട് മരിച്ചതാണ്. ഇതിപ്പോൾ ഗ്ലാസ് പിന്നെ ചീളുകൾ കൊണ്ട് ഇങ്ങനെ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ആരും നടന്നു പോയില്ല. അവർ അവസാനം പിന്നെ മരിച്ചു വീണ സ്ഥലമായതുകൊണ്ട് ഇതിനെ ഗ്ലാസ് ചീളുകളോട് ഇങ്ങനെ പിന്നെ സെർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഗേറ്റിലാണ് അവർ അംഗരക്ഷകരുണ്ടായത്. ഇത് പഴയ ഇന്ദിരാഗാന്ധി സംസാരിക്കുന്ന പഴയ ഫോട്ടോ. ഇനി നമുക്ക് മരിച്ച് വീണ സ്ഥലത്തേക്കൊന്ന് പോയിട്ട് നോക്കാം, അപ്പുറം പോയിട്ട് കേട്ടോ. ഇവിടെയാണ് കേട്ടോ എക്സാക്റ്റ് നമ്മൾ നേരത്തെ വന്നില്ലേ, നടന്ന് വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വീട്ടിൽ നിന്ന് വരുന്ന വഴി നടന്ന് വന്നിട്ട് ഇവിടെയാണ് അംഗരക്ഷകർ കാവലുണ്ടായത്. ഇവിടുന്ന് അവർ വെടിയേറ്റ് മരിച്ച എക്സാക്റ്റ് സ്ഥലമായത് 1984 ഒക്ടോബർ 31 മരിച്ച. ഇവിടെ ഗ്ലാസ് പലകങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഉണ്ടോ? ഇത് മിലിറ്ററി പിന്നെ ഓഫീസർമാർ ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുന്ന ഒരു പഴയ കാല ഫോട്ടോ ആണ്. ഇതിവിടെ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ കാണാൻ വന്നിട്ടുള്ള ഒരു സീനാണ് കാണുന്നത്. ഓക്കെ, രാജസ്ഥാനും പിന്നെ നമ്മുടെ മലയാളികളുണ്ട്. അതുപോലെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലെ ആൾക്കാരും ഇങ്ങനെ കാണാൻ വേണ്ടി ഒരു പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. കഴിഞ്ഞോ? ഇത് അവസാനം പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു മ്യൂസിയമാണ്. നമുക്ക് എടുത്തെല്ലാം എന്തെങ്കിലും സാധനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ കപ്പ് അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതെല്ലാം ഒന്ന് നോക്കിയേ. ഈ വാച്ച് ഇങ്ങനത്തെ എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇന്ദിരാഗാന്ധി മെമ്മോറിയലിലെ നമ്മളെ ഇന്നത്തെ പിന്നെ വിസിറ്റ് അവസാനിച്ചു. എല്ലാവരും നാട്ടിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ട്
പോകുന്ന സമയത്താണ്. ഏറ്റവും അവസാനത്തെ ലൊക്കേഷനാണ് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ. ഇന്ന് ഇന്ദിരാഗാന്ധി മെമ്മോറിയലിലെ ഇന്ദിരാഗാന്ധിയുടെ ജീവചരിത്രം, രാജീവ് ഗാന്ധി, സഞ്ജയ് ഗാന്ധി ഇവരെല്ലാം കണ്ടു. കുഞ്ഞിക്ക് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് ചരിത്രം? വളരെ ഇഷ്ടമുണ്ടോ? എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനല്ലേ? ഓഫീസിൽ പോകുമ്പോൾ അടിച്ചതല്ലേ? ഓഫീസിൽ പോകുമ്പോൾ ആ ഗ്ലാസ് ഇട്ട സ്ഥലത്ത് കണ്ടിട്ടില്ലേ? ഓഫീസിൽ പോകുമ്പോൾ വെടി വെച്ച് സ്ഥലം കണ്ടിട്ടില്ലേ കുഞ്ഞ്? ആ ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ, ബൈ ബൈ.